ഈ നിഗൂഢമായ വഴികൾ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാനേതോ അധോലോക താവളത്തിലാണെന്ന്. അത് താവളത്തിൽ തന്നെയാണ്, ഡ്രൈ ഫ്രൂട്ട്സിന്റെയും മസാലകളുടെയും താവളത്തിൽ. ഇവിടെ ഓരോരോ ചെറിയ കടകളുടെയും വാടക 5 ലക്ഷം 6 ലക്ഷമാണ്. ടേൺ ഓവറും അതുപോലെയൊക്കെ തന്നെ. ക്യാഷ് കളക്ട് ചെയ്യണം, സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കൗണ്ടറുകൾ. ബാക്കി എല്ലാ ബിസിനസ്സും ഗോഡൌൺ ത്രൂ ആണ്. നമ്മൾ കടകളിലോ ബേക്കറികളിലോ പോകുമ്പോൾ കാണുന്ന ഒരു ഐറ്റത്തിന്റെ ഒരു ക്വാളിറ്റി അല്ല, പല ക്വാളിറ്റീസിനും പല വിലകളാണ്. ഓരോ ഐറ്റത്തിന്റെ വിലയൊക്കെ കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടി വിലയ്ക്കാണ്. ഒരു 10 കിലോ 20 കിലോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വിലയ്ക്ക് നമുക്ക് ഈ സാധനം ഇവിടുന്ന് വാങ്ങാം. കശുവണ്ടി, ബദാം, പിസ്ത, വാൾനട്ട്, തൊണ്ടുള്ള വാൾനട്ട്, തൊണ്ടില്ലാത്ത വാൾനട്ട്, തൊണ്ടുള്ള പിസ്ത, തൊണ്ടില്ലാത്ത പിസ്ത, കളറുള്ള അത്തിപ്പഴം, കളറില്ലാത്ത അത്തിപ്പഴം, ഇറാനിയൻ പിസ്ത, അമേരിക്ക, ചില്ലി, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, എന്റെ അമ്മോ എവിടുന്ന ദുബായിൽ നിന്ന് വരെ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ കച്ചവടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇതെല്ലാം കാണുക. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല ഐഡിയാസും കിട്ടും. മക്കളെ, ഇത് ഡൽഹിയാണ്. ഫോട്ടോയിലൂടെ കണ്ടും അല്ലെങ്കിൽ പറഞ്ഞു കേട്ടും ഓർഡേഴ്സ് ഒന്നും കൊടുക്കാതിരിക്കുക. വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് നാട്ടിൽ പോയി ഓർഡർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയല്ല, എല്ലാ ഓർഡേഴ്സും വന്ന് ചെക്ക് ചെയ്ത് വാങ്ങാൻ കഴിയില്ലെങ്കിൽ വിശ്വസ്തരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിട്ട് ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യുക. മിക്ക സാധനം ടൺ കണക്കിന് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഡൽഹി, മറ്റൊരു സ്ഥലമാണ് ഗ്വാളിയർ മാർക്കറ്റ്. നമുക്ക് പിന്നെ വരും വീഡിയോസിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ഐറ്റംസിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസും റേറ്റ്സും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ശരി, കാണാം.